റേക്ക് പഠിക്കുമ്പോൾ പല ആൾക്കാർക്കുള്ള സംശയമാണ്. അത് ഇന്ന ആളുകൾക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്കാണോ പഠിക്കാൻ പറ്റുന്നത്, ഇസ്ലാമിന് പഠിക്കാൻ പറ്റില്ലേ, ഇനി ക്രിസ്ത്യൻസിന് പഠിക്കാൻ പറ്റില്ലേ, മറ്റുള്ള ആൾക്ക് പഠിക്കാൻ പറ്റില്ല ചോദ്യങ്ങളുണ്ട്. എന്റെ പാരന്റ്സിൽ നിന്ന് ഞാൻ ജനിച്ച് ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ കിട്ടുന്ന ട്രോമാസ്, മെന്റൽ, ഫിസിക്കൽ, ഇമോഷൻ മൂന്നും എപ്പോഴും ശ്രദ്ധിക്കണം. അമ്മ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പ്രഗ്നൻസി പീരീഡ് കടന്നുപോയതെങ്കിൽ എന്റെ സ്വഭാവം മഹാമോശമായി. സ്വയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ റേക്കി വന്നതിന് ശേഷം വന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതല്ലേ പറഞ്ഞു വന്നത്? മെഡിറ്റേഷൻസിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ വൂം മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു. വൂം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള, ഗർഭാശയ സംബന്ധമായിട്ടുള്ള ആ ഭാഗത്തൊക്കെ കൂടി വരുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് അതറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കാൻ വരുന്നത്, ഈ നമ്മുടെ പല ആളുകൾക്കും ഈ അബോർഷൻസ് സംഭവിക്കാറുണ്ട്. പല സാഹചര്യങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം പല സാഹചര്യങ്ങളിൽ വന്നിട്ട് അബോർട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് അതിനെ ജനലിൽ കൂടി കളയുന്നതിനേക്കാൾ കൊല്ലുന്നതിനേക്കാൾ നല്ലതാണ് ആ കുഞ്ഞ് ശരീരം പോലും ആവാതിരിക്കുന്ന സമയത്ത് അബോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അബോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിയമപ്രകാരമുള്ള അബോർഷൻസ് അത് ഒരാളുടെ അവകാശമാണല്ലോ. അങ്ങനെ അബോർട്ട് ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകൾക്കും അതിലൊരു റിഗ്രറ്റ് അടിക്കാറുണ്ട്, മാനസിക വിഷമം വരാറുണ്ട്, പിന്നീട് പല നെഗറ്റീവ്സ് അവർ ഉണ്ടാവാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്, അത്തരത്തിലുള്ള പല പല ബുദ്ധിമുട്ടുകൾ അവരെ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഇല്ല, ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകുന്നു, അത് ചെയ്യുന്നു. ചിലർക്ക് സമാധാനം കിട്ടും, ചിലർക്ക് സമാധാനം കിട്ടില്ല. പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ട്, വയറിന് ഒക്കെ ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ നല്ല മാർഗങ്ങൾ റേക്കിയിലുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഉണ്ട്. അത് അബോർഷൻ്റെത് മാത്രമല്ല, ഏത് തരത്തിലുള്ള ഗിൽറ്റ് ഫീലിംഗ് ആണെങ്കിലും റിഗ്രറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിലും അതിനെ നമുക്ക് റേക്കി വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ഈ അബോർഷനെ പറ്റി പ്രത്യേകമായിട്ട് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് അതിലൊരു സ്പെസിഫിക് ഒരു ഉത്തരം കിട്ടിയാൽ കൊള്ളായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് റേക്കി വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രതിവിധി നമുക്ക് കാണിച്ചു തരും. ഈ സാധനം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ഞാനത് ചെയ്തു പോയത് വലിയ പ്രശ്നമായോ, ഇത് പ്രശ്നമാണോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അസുഖങ്ങൾ വരുത്തിയേക്കുന്ന സ്ത്രീകളുണ്ട്, പല പല സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള സ്ത്രീകൾ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് വൂം ഹീലിംഗ് എന്ന് പറയുന്നത് അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. ആക്ച്വലി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അവിടെ കൊടുക്കേണ്ടത് അവർക്ക് ആ പാസ്റ്റ് ലൈഫിൽ, അതായത് ആ പാസ്റ്റ് ടൈം ഉണ്ടായ ആ ഒരു കാര്യത്തെ അവരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്ത് കളയേണ്ട ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ വൂം ഹീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മളൊരു ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ ആ 10 മാസ കാലഘട്ടം ഏതൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, ഏതൊക്കെ ട്രോമയിലൂടെ, അത് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഏതൊക്കെ ട്രോമയിലൂടെ കടന്നു, ഇത് മൊത്തം ആ ഫീറ്റസ് ആയിരിക്കുന്ന ഞാൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ അമ്മമ്മയുടെ, അതായത് അവരുടെ അമ്മയുടെ വൂമ്പിലിരിക്കുന്ന സമയത്ത് ആ ഫീറ്റസ് അബ്സോർബ് ചെയ്ത സാധനങ്ങൾ ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെട്ടതും ആ വൂമ്പിലാണ്, അമ്മയുടെ വൂമ്പിൽ. ഇതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബർത്ത് എടുത്തു. ഓക്കെ, ഞാൻ ഒരു ജന്മം എടുത്തു, ഭൂമിയിൽ വന്നു. അന്ന് തൊട്ട് ഇന്ന് ഈ ഇത്രയും വയസ്സിനിടയിൽ ഞാൻ ഏതൊക്കെ കാര്യങ്ങളിലൂടെ എൻ്റെ ലൈഫ് കടന്നു പോകുന്നു, അതിലൂടെ എനിക്ക് കിട്ടുന്ന മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ട്രോമാസ് ഇത് മൊത്തം എൻ്റെ വൂമ്പിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. യെസ്, എല്ലാം. അപ്പൊ 3 അതായത് എന്റെ പാരന്റ്സിൽ നിന്ന് ഞാൻ ജനിച്ച് ഇത്രയും വയസ്സിന്റെ ഇടയിൽ കിട്ടുന്ന ട്രോമാസ്, മെന്റൽ, ഫിസിക്കൽ, ഇമോഷൻ മൂന്നും എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാണ്. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്റെ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ ആർജിക്കുന്ന കാര്യങ്ങൾ, അത് മാത്രമല്ല ഞാൻ നേരിട്ടല്ലാതെ ഇടപെടുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് നേരിട്ടല്ല, ഇപ്പൊ ഞാൻ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരാൾ ആക്സിഡന്റ് ആകുന്നത് എനിക്ക് ട്രോമ തരും, ഞാനുമായിട്ട് കണക്റ്റഡ് അല്ല, അല്ലേ? ഇതെല്ലാം പോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ വൂമ്പ് എന്ന് പറയുന്നത്. ഈ ട്രോമാസ് ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് സക്സസിന് തടസ്സം ഉണ്ടാവും. ഇതിങ്ങനെ പോപ്പായിട്ട് വരും ഇടയ്ക്കിടെ. പലതരത്തിലുള്ളത്. പലതരത്തിൽ നിന്നാൽ ഇമോഷണലി, ഇപ്പം അമ്മ ഇമോഷണലി വീക്കാണെങ്കിൽ മകളും ഇമോഷണലി വീക്കായിരിക്കും. അമ്മ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പ്രഗ്നൻസി പീരീഡ് കടന്നുപോയതെങ്കിൽ
എൻ്റെ സ്വഭാവം മഹാമോശമായിരിക്കും. എൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളുടെ കേസിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഏറ്റവും സെറ്റ് അമ്മമാരുടെ കാര്യം പോക്കാം. ഇവരുടെ പ്രഗ്നൻസി പീരീഡ് വളരെ മോശമാണ്, വളരെ മോശം. സൂയിസൈഡൽ ടെൻഡൻസി കാണിച്ച അമ്മമാരുണ്ട്, അറ്റംപ്റ്റ് ചെയ്ത അമ്മമാരുണ്ട്. അത് പിന്നീട് കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഉണ്ടാക്കും. ആ കുട്ടിയുടെ ബിഹേവിയറെ ഇച്ചിരി പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവർ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും, റൂഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. കാരണം നമ്മളിതിങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്ത് പിടിക്കുമല്ലോ. നമുക്ക് ഈ വയറ്റിൽ ഇതുള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്ത് പിടിക്കുന്ന ആ ഇമോഷൻ അതുപോലെ ഇതൊരു സ്പോഞ്ച് പോലെ കിടന്ന് ഉള്ളിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുക. ഇത് റിലീസ് ചെയ്യാനാണ് നമ്മൾ വൂംബ് ഹീലിംഗ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണോ പറയുന്നത് ഈ പ്രഗ്നൻസി സമയത്ത് നല്ല പാട്ടുകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, മന്ത്രങ്ങൾ കേൾക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പിന്നെ ഈ നമ്മുടെ നല്ല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, ക്ഷേത്രങ്ങളിൽ പോവുക, നല്ല ആളുകളെ കാണുക, നല്ല കാര്യങ്ങൾ, നല്ല വീഡിയോകൾ കാണുക, അതുപോലെ തന്നെ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ കുട്ടികളെ സംഗീതം കേൾപ്പിക്കുമ്പോൾ പിന്നീട് ആ കുട്ടി വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ആ സംഗീതത്തിന്റെ 2 വരികളൊക്കെ പാടുന്ന പല കാര്യങ്ങളും പല സ്ഥലത്തും റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇതൊക്കെയായിട്ട് കണക്റ്റഡ് ആണല്ലേ? 100%. തീർച്ചയായിട്ടും. അതിനാണ് നമ്മൾ വൂംബ് ഹീലിംഗ് ചെയ്യുന്നത്. വൂംബ് ഹീലിംഗ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പ് ഹീലിംഗ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. ഈ ഒരുപാട് പേര് വിളിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു ഡെയിലി ഹീലിംഗ് കൊടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് 24 മണിക്കൂറിലേ ഉള്ളൂ. അപ്പം ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്, രാവിലെ തൊട്ട് ഉച്ച വരെ ദീക്ഷ കൊടുക്കുന്നുണ്ട്, രാത്രി ക്ലാസ് കൊടുക്കുന്നത്, അതിന് ശേഷമാണ് ഹീലിംഗ് എടുക്കുന്നത്. അപ്പൊ ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ വേണം പ്രോഗ്രാം ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ ഞാൻ ഈ ഹീലിംഗ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ഓടിപ്പോയാൽ ഒരു 5-6 ഹീലിംഗ് ഒരു ദിവസം എനിക്ക് പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല. അത് തന്നെ ചിലത് 21 ദിവസം വേണം, ചിലത് 14 ദിവസം വേണം. അപ്പം അത് കഴിഞ്ഞല്ലാണ്ട് എനിക്ക് അടുത്ത് എടുക്കാൻ പറ്റില്ല. ഈ 1000-2000 ബുക്കിംഗ് ഓൾറെഡി ഉള്ള എനിക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏക കാര്യം എൻ്റെ ശബ്ദത്തിലൂടെ, അതായത് ഞാൻ വോയിസിലേക്ക് റേക്കി കൊടുത്ത് ഈ ഹീലിംഗ് മെഡിറ്റേഷനാണ് ഞാൻ കൊടുക്കുന്നത്. മേൽ പറഞ്ഞ ഹീലിംഗ് മെഡിറ്റേഷൻസ് ഇത് നമ്മൾ സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു സപ്പോർട്ട് മാത്രമാണ് എൻ്റെ ശബ്ദം. ഇവർ സ്വയം ചെയ്യുന്നു, അതിൻ്റെ കൂടെ റേക്കിയുടെ പവറും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരധികം വെയിറ്റ് ചെയ്യാണ്ട് ഇവരുടെ പ്രശ്നത്തെ ഹീൽ ചെയ്യാൻ ഈ ഗ്രൂപ്പ് ഹീലിങ്ങിലൂടെ സാധിക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ സമയലാഭം, അതാണ് ഈ 2 കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് 1000 പേരുണ്ടെങ്കിൽ 1000 പേർക്ക് ഒരുമിച്ചിട്ട് അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചാൽ മതി എല്ലാ ദിവസവും. അത്രയും ആൾക്കാരെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറെ പേര് ഇപ്പൊ കർമ്മ ക്ലിയറിംഗ് ചെയ്ത് അവർ കുറെ പേർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് മാറും. കാരണം കർമ്മയാണ് നമ്മുടെ രോഗദുരിതം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ മാറും, അതും കർമ്മയാണ്. സാമ്പത്തിക പ്രശ്നം മാറും, അതും കർമ്മയാണ്. അപ്പൊ കാർമിക് ക്ലിയറൻസിന്റെ ചെയ്താൽ ഒട്ടുമിക്ക ബുദ്ധിമുട്ടും മാറിപ്പോവും. ആളുകൾ ആവശ്യപ്പെട്ട് വന്നിട്ട് ഞാൻ ജനുവരിയിൽ നടത്തിയ കർമ്മ ക്ലിയറിങ് വീണ്ടും ജൂണിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മീൻസ് റിസൾട്ട് ഉണ്ടായിട്ട് ജനങ്ങൾ വീണ്ടും ചോദിച്ചു വന്നിട്ട്. അതായത് ആ കർമ്മ ക്ലിയർ ഈ പറയുന്ന ഈ കാര്യം ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആളുകൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടല്ലേ അവർ വീണ്ടും ആവശ്യപ്പെട്ടു. അതെ, വീണ്ടും ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. 760 പേരുണ്ടായിരുന്നു ആദ്യം. രണ്ടാമത്തേന് 500ന്റെ അടുത്ത ആൾ വീണ്ടും ഉണ്ട്. റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അത് അങ്ങനെ വന്ന കേസാണ്. അപ്പം ചിലർ ചോദിക്കും, ഇന്നേ മാസത്തിൽ ഇന്നേ ചെയ്തു തരാൻ പറ്റുമോ? എന്നെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. അവർ ചോദിക്കും. പിന്നെ വെച്ചാൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വരണമല്ലോ. ഇത്രയും ആളുകളെ നമ്മൾ കൊണ്ടുവരാൻ ക്ലാസ്സും കാര്യമൊക്കെ എടുക്കുന്നതിനിടയിലാണ് ഇതും കൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് പിന്നെ വളരെ ചെറിയ പൈസ ഞാൻ വാങ്ങിക്കും. വളരെ ചെറിയ പൈസ വാങ്ങിച്ചിട്ടാണ് 21 ദിവസത്തേക്ക് ഞാൻ ഹീലിംഗ് കൊടുക്കുന്നത്. 21 ദിവസം കഴിഞ്ഞാൽ ഞാനത് ലൈഫ് ലോങ് ആക്കി പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. വളരെ ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ 1111 ഒക്കെയാണ് ഞാൻ വാങ്ങിക്കും. അല്ല, ഇപ്പൊ പല റേക്കി മാസ്റ്റേഴ്സും ഹ്യൂജ് എമൗണ്ട് ഒക്കെയാണ് പലതിനും വാങ്ങിക്കുന്നത്. വലിയ പൈസ. പക്ഷെ അതെടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് അവരവരുടെ തീരുമാനമാണ്. ഞാൻ പഠിപ്പിക്കുന്നതിന് ഇന്ന പൈസ വാങ്ങണം എന്നുള്ളത് തീരുമാനമാണ്. അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. അടുത്ത കാര്യം പറഞ്ഞു,
അവസാനമായിട്ട് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതുവരെ റേക്കിയിൽ വന്നതിന് ശേഷം എന്താണ് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം റേക്കിയിൽ നിന്ന് കിട്ടിയത് എന്ന് ഞാൻ ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം, നല്ലൊരു ഉത്തരം തരാൻ പറ്റുമോ? ഒരുപാട് ഉത്തരമുണ്ട്. ഒരുപാട് ഉത്തരമുണ്ട്, എങ്കിൽ പോലും ഒരു നല്ല ഉത്തരം. നല്ല ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് റേക്കി എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഞാൻ എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നതിനേക്കാളുപരി എൻ്റെ സോളിന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് റേക്കി. ഇതുവരെയുള്ള എത്രയോ ജന്മജന്മാന്തരങ്ങൾക്ക് ശേഷം ഈശ്വരൻ തന്ന ഏറ്റവും വലിയ വരദാനം. അതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതും ആ രീതിയിലാണ്. 2 തരത്തിൽ എനിക്കതിനെ പറയാൻ പറ്റും. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. 2, മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല, ശരിയല്ലേ? അതെ അതെ. ഇത് രണ്ടിനെയും ഞാൻ ഒരുപോലെയാണ് കൊണ്ടുപോകുന്നത്. 2 തരത്തിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്. മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം നിങ്ങൾ വരുത്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ, എന്നാൽ പിന്നെ നിങ്ങളങ്ങ് വലുതാവേണ്ടി ഞാൻ ചോദിക്കും. ഇവിടെ അതിനുള്ള ഉത്തരവുണ്ട്. സ്വയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ റേക്കി വന്നതിന് ശേഷം വന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതല്ലേ പറഞ്ഞു വന്നത്? 100%. പിന്നെ ആ എനർജി ആയിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, മറ്റു ഗുരുക്കന്മാർ അതിനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അതൊരു ബ്ലെസ്സിങ് ആയിട്ടാട്ടോ ഞാൻ കാണുന്നത്. പെട്ടെന്ന് വിചാരിച്ചാൽ വരുമോ? മനസ്സ് വെച്ചാൽ അങ്ങനെ വരുമോ? എനർജി വരുന്നതല്ല ഞാൻ പറയാം, എനർജി ആർക്കും വരും. ഇപ്പൊ ഞാൻ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന ഒന്ന് ഇന്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥന കയ്യിൽ എനർജി വരും. എനർജി വരുന്നതല്ല ഞാൻ പറയുന്നത്. എനിക്കിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാറുണ്ട്. എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ? എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് കിട്ടാറ്? അതില് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞേ 50 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. ഓരോ ബാച്ചിനും ഞാൻ ലൈവ് ക്ലാസ്സാണ് കൊടുക്കുക. റെക്കോർഡിങ്സ് കൊടുക്കുന്ന പരിപാടിയില്ല. റെക്കോർഡിങ്സ് അതാത് ക്ലാസ്സിന് മാത്രം കൊടുക്കും. അത് 10 ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ആക്കും. ഞാൻ തന്നെ ഡിലീറ്റ് ആക്കും. ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആണ്. നെക്സ്റ്റ് ബാച്ചിന് ഞാൻ വീണ്ടും ഇരിക്കും. ഞാൻ ഓരോ ബാച്ചിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ബുക്ക് നോക്കില്ല. ആ സ്പോട്ടിൽ എൻ്റെ വായിൽ എന്താ വരുന്നത് ഞാൻ ഇവരെ പഠിപ്പിക്കുക. അതായത് നമ്മൾ ബുക്ക് നോക്കിയുള്ള പരിപാടിയല്ല, ബുക്ക് നോക്കി ഞാൻ പഠിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എൻ്റെ ക്ലാസ് നിങ്ങൾ റിപ്പീറ്റ് ഇവർക്ക് കേൾക്കാം. ഫ്രീ ആയിട്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻസിന്. ഇവർക്ക് എത്ര തവണ വേണേലും ഫ്രീ ആയിട്ട് കേൾക്കാം. ഇവർ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ ഇവർ പറയും, മാം ഈ ക്ലാസ് പറഞ്ഞ കഥയില്ലല്ലോ, ഇത്തവണ പറഞ്ഞാൽ. ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റുഡൻസിലേക്ക് ഇതിനെ എത്തിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തില്, പലരും പല വൈബാ, പല തലത്തിലുള്ള ആൾക്കാർ. അപ്പം ഇവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ തലത്തിലേക്ക് ഇറങ്ങണം, എന്നിട്ട് ക്ലാസ് കൊടുക്കുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ആ രീതിയിൽ ഞാൻ കഥകളൊക്കെ പറഞ്ഞ് വളരെ ചിരിച്ച്, എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കില്ല ലാസ്റ്റ് ക്ലാസ്സിലുണ്ടാവുക. ഒരു മസിലൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാർ ലാസ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആവും. എൻ്റെ എല്ലാ സ്റ്റുഡൻസും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. കാരണം ഞാൻ അവരെ ആ കംഫർട്ട് സോണിലേക്ക് എത്തിക്കുക. എങ്കിലേ ഇവർ എൻ്റെ അടുത്ത് ഓപ്പൺ ആവുള്ളൂ, ഇവരുടെ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് പറയുള്ളൂ. ഇവരുടെ പ്രശ്നം പറഞ്ഞാൽ അതിന് എനിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഞാൻ ഒരു പോർഷൻ പഠിപ്പിച്ച ഇവർക്ക് ഓരോരുത്തർക്ക് സംശയം ഉണ്ടോ ഞാൻ പേരെടുത്ത് വിളിച്ച് ഞാൻ ചോദിക്കും. 50 പേരോട് ഞാൻ ചോദിക്കും. എന്നിട്ടേ നെക്സ്റ്റ് പോർഷൻ എടുക്കുള്ളൂ. 16 ദിവസത്തെ ക്ലാസ് ചിലപ്പോൾ 18 ദിവസമൊക്കെ പോവും. അത് വേറെ കാര്യം. ഞാൻ ഇരിക്കും ഇവർക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഈ മൊമെന്റ് വരെ ഈശ്വരാധീനത്താൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഈശ്വരാധീനത്താൽ ഒരു ചോദ്യത്തിന് പോലും ഞാൻ അന്വേഷിച്ചിട്ട് മറുപടി പറയാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അത് എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്നത് ഞാനല്ല, അതെ. ആ സ്പോട്ടിൽ ഇവര് ഇതുവരെ കേൾക്കാത്ത കാര്യമൊക്കെ ആയിരിക്കും ഇവര് ചോദിക്കുക, ഇതുവരെ കേൾക്കാത്ത. പക്ഷെ ആ സ്പോട്ടിൽ ഞാൻ അതിന്റെ ഉത്തരം കൊടുക്കും. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയും. എവിടെയാണെങ്കിലും വെച്ചാൽ ആ ഒരു വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണാം. തീർച്ചയായിട്ടും. ഒരു ചോദ്യം കൂടെ, അതായത് റേക്കി പഠിക്കുമ്പോൾ പല ആൾക്കാർക്കുള്ള സംശയമുണ്ട്, അത് ഇന്ന ആളുകൾക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്കാണോ പഠിക്കാൻ പറ്റുന്നത്, ഇസ്ലാമിന് പഠിക്കാൻ പറ്റില്ലേ, ഇനി ക്രിസ്ത്യൻസിന് പഠിക്കാൻ പറ്റില്ലേ, മറ്റുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ഇത് വന്നതുപോലും ബുദ്ധ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ട് എങ്കിൽ പോലും അത് അങ്ങനെയാണ് ഇപ്പൊ വരുന്നത്.
അപ്പം ഈ ഏതെങ്കിലും ഒരു മതചിഹ്നത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും മതചിഹ്നം ഉപയോഗിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? അതോ എല്ലാവർക്കും പഠിക്കാൻ പറ്റും? ആർക്കും പഠിക്കാൻ. ഹിന്ദു ശ്വസിക്കുന്ന പോലെ തന്നെയല്ലേ മുസ്ലിം ശ്വസിക്കുന്നത്, അല്ലേ? അതെ. ഒരു മുസ്ലിം അസുഖമായി അവന് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഹിന്ദു കൊടുക്കില്ലേ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൊടുക്കില്ലേ? ആ ചോരയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവൻ ശ്വസിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ പ്രവർത്തനം നടത്തുന്ന എനർജിയാണ് കോസ്മിക് എനർജി എന്ന അതിൻ്റെ പ്രാണവായു. നമ്മൾ മനുഷ്യരാണ് കയ്യിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ട് മതങ്ങളും ജാതിയും ഒക്കെ ഉണ്ടാക്കി വെച്ചത്, അല്ലേ? ഒരു മുറിവുണ്ടായാൽ ഒരു ഹിന്ദുവിന് ഉണങ്ങുന്നത് എങ്ങനെയാണോ ഹീലാവുന്നത്, അതുപോലെ തന്നെയാണ് ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യനും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേത് ജാതിക്കും സംഭവിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും സ്റ്റുഡൻസ് ഉണ്ട്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ ഏത് മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. 13 വയസ്സുള്ള കുട്ടി തൊട്ടിട്ട് 80 വയസ്സുള്ള ആൾ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പഠിക്കാം. ആർക്കും പഠിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതചിഹ്നമോ അല്ലെങ്കിൽ മതത്തിൻ്റെതായുള്ള കാര്യങ്ങളൊന്നും അതിൽ കടന്നു വരുന്നില്ല. ഒന്നുമില്ല. കാരണം യൂണിവേഴ്സിൽ ആ ഒരു കോസ്മിക് എനർജി, എല്ലാവരിലുള്ള ആ എനർജി ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്താ? ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നാ പറയുന്നത്. വണ്ണസ് എന്ന തത്വം എല്ലാം ഒന്നാണ്. പക്ഷെ നമ്മളാണ് അതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ആർക്ക് വേണേലും പഠിക്കാം. പക്ഷെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഞാൻ പറയാത്തത്, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് കഥകളൊക്കെ കൂടുതലാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് മാത്രം ഞാൻ 12 വയസ്സിന് മുകളിലുള്ള ആളുകളെന്ന് പറയും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അങ്ങനത്തെ ഒരു നിബന്ധനയും ഞാൻ വെക്കാറില്ല. ഞാനും ഇല്ല, എൻ്റെ ഗുരുവും പറഞ്ഞതെന്ന് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ബോധിധ എൻലൈറ്റ്മെന്റ് സ്പേസിന് വേണ്ടിയിട്ട് റെയ്ക്കി എന്ന് പറയുന്ന ആ മഹാവിദ്യയെക്കുറിച്ച് ഇത്രയും നേരം നമ്മളോട് ദീർഘമായി സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് ഈ വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു സമയം, മറ്റൊരു കാലത്ത് നമുക്ക് വീണ്ടും ഇങ്ങനത്തെ ഒരു മനോഹരമായ പോഡ്കാസ്റ്റ് എടുക്കാമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. എന്തായാലും നന്ദി. താങ്ക് യു.